ഗൈസ് വെൽക്കം. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് മാർക്കറ്റ് സ്ട്രക്ചർ. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ആക്ച്വൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. 30 അല്ലെങ്കിൽ മേ ബി 100 ചാർട്ട്സിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് വിത്തൗട്ട് പ്രാക്ടീസ് ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈസി ആയിട്ടുള്ള സംഭവമല്ല ട്രേഡിംഗ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാ വീഡിയോസും ചെയ്യാൻ നോക്കുന്നത്. കാരണം ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് പല ആൾക്കാർക്കും എനിക്കറിയാം അത് ഇംപേഷ്യൻസ് ഭയങ്കരമാണ്. ബിക്കോസ് എങ്ങനെയെങ്കിലും ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് പല ആൾക്കാരും പോകുന്നത്. ബട്ട് ഇറ്റ്സ് അപ് ടു യു. മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇത് ഡെയിലി ചാർട്ടിലാണ് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഈ ഒരു കോൾഗേറ്റിൻ്റെ ഒരു ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. റൈറ്റ്, മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോയിരിക്കുന്നത് ചെറിയൊരു അപ് ട്രെൻഡാണ്, സംശയമൊന്നുമില്ല. റൈറ്റ്, നിങ്ങൾക്കറിയാം. കാരണം അപ് ട്രെൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഹയർ ഹൈസ് അതുപോലെ ഹയർ ലോസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. സോ ഇതൊരു അപ് ട്രെൻഡാണ്. അപ്പോൾ അതിന് മുന്നേ സംഭവിച്ച കാര്യം എന്താണ്? തൊട്ട് മുമ്പേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഹൈ, ഓൾമോസ്റ്റ് സെയിം ഹൈ. ഇവിടെ അതുപോലെ ലോയും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഈ ഒരു ഏരിയ ഒരു സൈഡ് വേസ് ഏരിയ ആയിരുന്നു. മേ ബി ഇവിടം വരെ ഒരു സൈഡ് വേസ് ഏരിയ ആയിരുന്നു നമുക്ക് പറയാം. സോ ഇതൊരു സ്ട്രക്ചർ, ഇത് അപ് ട്രെൻഡ്, ഇത് സൈഡ് വേസ് മാർക്കറ്റ്. റൈറ്റ്, നമ്മളിനി പുറകോട്ട് പോകണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു നൈസ് അപ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്, ഇത് നമ്മൾ ഓക്കെ, ഇത് ഈ ഒരു ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്കിവിടെ കാണുന്നത്. ഈ സൈഡ് വേസും അപ് ട്രെൻഡും അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡും തമ്മിൽ എപ്പോഴും മിക്സ്ഡ് ആയിരിക്കും. ഇത് സൈഡ് വേസ് മാർക്കറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് സൈഡ് വേസ് എന്ന് പറയുന്നത്? കാരണം ഹൈസ് ആർ സെയിം, ലോസ് ആർ സെയിം. സോ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഹയർ ഹൈസ് ഹയർ ലോസ് ക്രിയേറ്റഡ് ആകുമ്പോൾ നമ്മളതിനെ ട്രെൻഡ് എന്ന് പറയും. ഈ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് വരയ്ക്കാനും വരയ്ക്കാതെ തന്നെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കാനുള്ളൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവണം. അത് കണ്ടിന്യൂസ് ഒരുപാട് ചാർട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. അതേപോലെ ഈ ഒരു കാര്യം, അതായത് മാർക്കറ്റ് സൈഡ് വേസ് ആണോ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ മാർക്കറ്റിൽ, അതായത് ഏതൊരു ട്രേഡറെ സംബന്ധിച്ചും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾസിലൊന്നാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഡൗൺ ട്രെൻഡാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഡൗൺ ട്രെൻഡ്? ബിക്കോസ് ഹൈ ലോവർ ഹൈ ലോവർ ഹൈ ലോവർ ലോ ലോവർ ലോ ലോവർ ലോ. റൈറ്റ്, നമ്മളിങ്ങനെ വരച്ചാൽ എന്താണ് വരിക? ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് ഉണ്ടാവുക. റൈറ്റ്, സോ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ്? ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഈ ഒരു ഏരിയ സൈഡ് വേസ് മാർക്കറ്റാണ്. പുറകോട്ട് പോകുമ്പം ഇത് ആക്ച്വലി ഒരു വളരെ ലോങ് ആയിട്ടുള്ളൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഇതൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. സൈഡ് വേസ് എന്ന് പറയുമ്പോൾ ലോസും ഹൈസും ഓൾമോസ്റ്റ് ഈക്വൽ ലെവലിലായിരിക്കും ഉണ്ടാവുക. അതായത് ഹൈസൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ ലെവൽസിലും ഹൈ ലോ ഒക്കെ ഈക്വൽ ലെവൽസിലാണ് ഉണ്ടാവുക ഏകദേശം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കാണുന്നുണ്ട്. റൈറ്റ്, അതായത് രണ്ട് സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു അപ് ട്രെൻഡ് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയ നോക്കുക, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാം. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് കാണാം. റൈറ്റ്, അതുപോലെ ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റ്. ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഇതൊരു നമുക്കൊരു അപ് ട്രെൻഡായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു ഐഡിയ ഉണ്ടാവുക എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പം ഏത് ലെവലിലാണ് ഉള്ളത്, മാർക്കറ്റ് ട്രെൻഡിങ് അപ്പ് ആണോ ട്രെൻഡിങ് ഡൗൺ ആണോ അതോ സൈഡ് വേസ് ആണോ എന്ന് അറിയുക എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ആണ്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അല്ല, ഒരു സ്കില്ലാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഇതുപോലെ ഒരുപാട് ചാർട്ട്സിൽ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാവും. ഓക്കെ, ഇത് നമ്മൾ വീക്ക്ലിയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഡെയിലിയിൽ കണ്ടപ്പോൾ ഈ ഒരു ലെവൽ ഉണ്ടായിരുന്നു. ഇത് നമുക്കൊരു കംപ്ലീറ്റ് ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് ഡെയിലിയിൽ നമുക്ക് കാണാൻ പറ്റിയത്. റൈറ്റ്, ബട്ട് വീക്ക്ലിയിലേക്ക് പോകുമ്പോൾ എന്താണ്? ഈ ഒരു ബിഗ് അപ് ട്രെൻഡിൻ്റെ ഒരു ചെറിയ പുൾ ബാക്ക് മാത്രമാണ് ഈ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോഴ്സിൽ കൂടെ എന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചു. ഇത് നമ്മൾ സ്ലോലി ഒരു എൻഡിലെത്തുന്ന സമയമാകുമ്പോഴേക്ക് ഈ പല കാര്യങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചു അതുകൊണ്ട് മാത്രം ഞാൻ ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുക്കും, അല്ലെങ്കിൽ ഇത് പഠിച്ചു ഇതുകൊണ്ട് ട്രേഡ് എടുക്കുന്നല്ല. ഈ പല കാര്യങ്ങളും നമ്മളുടെ ആർസനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. സോ ഈ കാര്യങ്ങൾ 1 by 1 ആയി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അറ്റ് ദ എൻഡ് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്കിതുകൊണ്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുക. ഈ ഒരു പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളുടെ വീക്ക്ലിയിലുള്ള ഒരു ചെറിയ പുൾ ബാക്കാണ്, അതായത് ഒരു സ്ട്രോങ് ട്രെൻഡിലെ ഒരു ജസ്റ്റ് ഒരു സൈഡ് വേസ് ടു കൈൻഡ് ഓഫ് പുൾ ബാക്കാണ് നമ്മൾ ഈ കാണുന്ന ഏരിയ. ഡെയിലിയിൽ ഇത് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു ഫോർ എ ഗുഡ് പീരീഡ് ഓഫ് ടൈം. ഗുഡ് പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 മന്ത് ഇതൊരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം വീക്ക്ലി ഇതൊരു ജസ്റ്റ് ഒരു സ്മോൾ പുൾ ബാക്ക് ആയിരുന്നു. ഇത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചായിരിക്കും പല കാര്യങ്ങളും ഇൻ ദ ലേറ്റർ സ്റ്റേജ് പ്ലാൻ ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ്ലി ഈ ഡ്രോയിങ് നിങ്ങൾ ചെയ്യുക. ഒരു അഗെയിൻ നമ്മൾ പറയുകയാണ്, ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ 30 ചാർട്ട്സിലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. ഒരു ചാർട്ടിൽ കൂടെ നമുക്കിതൊന്ന് ചെയ്യാം. ഗ്രാസിമിൻ്റെ ചാർട്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു നല്ല ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ട്രെൻഡ് ഇവിടെ ചെറുതായിട്ടൊരു സൈഡ് വേസ് പോകാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആസ് ഓഫ് നൗ ഇതൊരു ട്രെൻഡാണ്, റൈറ്റ്? ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് എന്നുള്ള രീതിയിൽ ഇവിടെ ട്രെൻഡ്സ് ക്രിയേറ്റ് ആവുകയാണ്. സോ അതിന് മുൻപേ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ്. ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില ഡൗൺ ട്രെൻഡ്സിൻ്റെ സ്റ്റീപ്നെസ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിരിക്കും. ഇത് നമുക്ക് കാണാം, ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡാണ്. അതുപോലെ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വരച്ചത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ്. അധികം സ്റ്റീപ്പല്ല, എന്നാൽ അധികം ഫ്ലാറ്റും അല്ല. ഇത് നിങ്ങളുടെ പ്രാക്ടീസാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ ഒരു ട്രെൻഡ് സ്റ്റീപ്പാണോ അതോ വളരെ എന്താ പറയണ്ടേ സ്മൂത്ത് ആയിട്ടാണോ പോകുന്നതെന്നുള്ളത്. എനിക്ക് നോക്കുമ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റും ഈ ട്രെൻഡ് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രെൻഡാണ്. അതേസമയത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡെയിലി പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് സ്മൂത്ത് ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. അഗെയിൻ ഇവിടെ ഒരു ട്രെൻഡ്, അനദർ ട്രെൻഡ്. ഈ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി സ്റ്റീപ്പാണ്. നോർമലി ഡൗൺ ട്രെൻഡ്സ് കമ്പാരിറ്റീവ്ലി സ്റ്റീപ്പർ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അതിലും സ്റ്റീപ്നെസ്സും കൂടുതലും കുറവും സ്മൂത്ത്നെസ്സും ഒക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ഡൗൺ ആൻഡ് അപ് ട്രെൻഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഇൻഫാക്റ്റ് ഒരു ബിഗ് അപ് ട്രെൻഡാണ്. നമ്മളുടെ കോവിഡിന് ശേഷമുള്ള ഒരു ബിഗ് അപ് ട്രെൻഡാണ്. ഇത് നമുക്ക് കാണാം വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡാണ്, കോവിഡ് ടൈമിലത്തെയാണ്. ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് കാണാം. ഇവിടെ ഒരു ഡൗൺ, ഇവിടെ സൈഡ് വേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സാക്ട്ലി അപ്പും ഹൈ സൈഡും ലോ സൈഡും എക്സാക്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടി നോക്കണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം അതൊരു ട്രെൻഡാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അഗെയിൻ വീക്ക്ലിയിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണുന്ന പല ബിഗ് മൂവ്മെൻറ്റ്സും ആക്ച്വലി വീക്ക്ലി ടൈം ഫ്രെയിമിൽ വളരെ സ്ലോ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ചില റിയാക്ഷൻസ് മാത്രമായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ലേറ്റർ സ്റ്റേജിൽ നമ്മുടെ കൺഫ്ലുവൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മിക്സ് ചെയ്തിട്ടായിരിക്കും ഫൈനലി നമ്മളിത് അപ്ലൈ ചെയ്യുക. സോ ഇത് മാക്സിമം സ്റ്റോക്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞാൻ പറയാറുണ്ട് മാർക്കറ്റിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത്. പല ആൾക്കാർക്കും മടിയാണ്, എനിക്കറിയാം. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല, ഇത് എന്തിനാണ് ചെയ്യുന്നത്, എനിക്കിത് മനസ്സിലായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ദാറ്റ്സ് അപ് ടു യു, പ്രാക്ടീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ബട്ട് ഇഫ് യു റിയലി വാണ്ട് ടു ലേൺ ട്രേഡിംഗ് ഇൻ എ ഫ്യൂ മന്ത്സ്, നിങ്ങൾക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.